വിപിൻ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ മറികടക്കുന്നതിനെക്കുറിച്ച്. അതെ. അപ്പം വിപിൻ സക്സസ് ആയി, അതെ. അതുകൊണ്ടാണ് വിപിൻ ഇത് പറയാൻ സാധിക്കുന്നത്. ഈ പാതി വഴിയിൽ ഈ ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേറെ രീതിയിലേക്ക് മാറി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലർ ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് പോയേക്കാം. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ശരിക്കും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള മത്സരവേദികൾ ജീവിതത്തിലുടനീളം പല അവസരങ്ങളായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും. അത്തരം അവസരങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതയാത്ര നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് കഴിവ് കാണിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ ഈശ്വരൻ നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞു തരും. ഈ അവസരങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത് നാളെ ആവട്ടെ അല്ലെ മറ്റന്നാളാവട്ടെ എന്നുള്ള രീതിയിലല്ല. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇന്നലകളിലും നാളകളിലും ജീവിക്കാതെ ഇന്ന് നമുക്ക് എന്ത് ചെയ്ത് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് നിന്നാണ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ, നിങ്ങൾക്കറിയാം, നമ്മളെ ചിലർ പറയും എനിക്ക് സമയമില്ലായിരുന്നു, ഇനി ഒരു പുതിയ സമയം വരട്ടെ, ആ സമയത്ത് ചെയ്യാമെന്ന്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. മഹാത്മാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും സ്വാമി വിവേകാനന്ദനും എബ്രഹാം ലിങ്കനും തോമസ് ആൽവ എഡിസനും ഒക്കെ നമ്മുടെ ക്ലോക്കിൽ കാണിച്ച ആ 24 മണിക്കൂർ മാത്രമാണ് സമയമായിട്ട് ദൈവം അനുവദിച്ചു കൊടുത്തത്. ആ 24 മണിക്കൂറിനെ അവർ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന വലിയ മഹാന്മാരും മഹത് വ്യക്തികളുമൊക്കെ ആയിട്ട് അവർ മാറിയത്. അപ്പോൾ സമയത്തെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് നമ്മുടെ ജീവിതയാത്ര സുഖകരമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്. പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കടലിലെ തിരമാലകൾ ഒഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കടലിലേക്ക് ഒരു വള്ളം ഇറക്കി കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലേ? ആ കടലിലേക്ക് നമ്മൾ ഇറക്കിയിട്ട് പിന്നെ വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നിടത്ത് നിന്നാണ് ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. അതിന് ഉയരമോ വൈകല്യങ്ങളോ സൗന്ദര്യമോ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. ഇപ്പോൾ അനീഷണം വേറൊരു കാര്യം പറഞ്ഞു, ആത്മഹത്യയെക്കുറിച്ച്. ആത്മഹത്യ ചെയ്യുന്നവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, വിഡ്ഢിത്തരമാണ്. ഈ സുന്ദരമായ ഈ ലോകത്ത് ഒരു തവണ മാത്രം ജനിക്കാനാണ് ഈശ്വരൻ നമുക്ക് അവസരമൊരുക്കുന്നത്. രണ്ടാമതൊരു ജന്മമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക പോലും ചെയ്യരുത്. കാരണം ഈ ജന്മത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ഒരു അടയാളപ്പെടുത്തൽ കൊടുത്തിട്ട് പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട്